മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ കുറ്റക്കാർ. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. കേസിൽ കോടതി മറ്റന്നാൾ ശിക്ഷ വിധിക്കും. കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 1 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം കോടതി വിധി. 3 പേർ കുറ്റക്കാർ, 9 പേരെ വെറുതെ വിട്ടു. ഷൈബിൻ അഷ്റഫ്, ഷിഹാബുദ്ദീൻ, നിഷാദ് എന്നിവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് തെളിഞ്ഞത്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്ന് ലഭിച്ച തലമുടി ഷാബാസ് ഷെരീഫിന്റേതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് കേസിൽ നിർണായകമായി. 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ ടവർ ലൊക്കേഷൻ, CDR, അതുപോലെ തന്നെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് പോലും അവിടുന്ന് തട്ടിക്കൊണ്ടുവന്ന ആളെ അതേപോലെ ഐഡന്റിഫൈ ചെയ്ത ഈ മരിച്ച ഷാബാസ് ഷെരീഫിന്റെ ഭാര്യ, മകള്, പേരക്കുട്ടി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒക്കെ തെളിവുകൾ വളരെ നിർണായകമായി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. ചരിത്രവിധിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ SP സുജിത് ദാസ് 24നോട്. അതെ, ഇതൊരു ചരിത്രവിധിയാണ്. ആദ്യമായിട്ട് ഇതിന് ജുഡീഷ്യറിയോടുള്ളൊരു നന്ദി അറിയിക്കേണ്ടതുണ്ട്. ഈ കോർപ്പസ് ഡെലിക്റ്റി, അതായത് ബോഡി ഇല്ലാത്ത കേസുകളിൽ കൊലപാതകം അല്ലെങ്കിൽ നരഹത്യ എന്നുള്ള കാര്യങ്ങളിൽ അങ്ങനെ അധികം വിധികളുള്ള കേസുകൾ നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അതിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റാണിതുള്ളത്. അപ്പോൾ അതിന് ജുഡീഷ്യറിയോടുള്ളൊരു നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റന്നാൾ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. 2019 ഓഗസ്റ്റിൽ മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യമറിയാൻ ഷൈബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുക്കട്ടയിലെ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുവരികയും 1 വർഷത്തോളം തടവിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു. ഒറ്റമൂലി രഹസ്യം പറഞ്ഞു നൽകാത്തതിനാൽ കൊലപ്പെടുത്തി കഷണങ്ങളാക്കി നുറുക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നതാണ് കേസ്. ഷൈബിൻ അഷ്റഫിനെ ഷാബാസ് ഷെരീഫിന്റെ കുടുംബം തിരിച്ചറിഞ്ഞതും പ്രോസിക്യൂഷന് ബലമായി മാറി. 24 മലപ്പുറം.